സിറാജ് ലൈവ് കേരള യാത്ര പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. സ്വാഗതം. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാടൻ മലമുകളിൽ മനുഷ്യത്വത്തിന്റെ മഹത് സന്ദേശം ഉയർത്തിപ്പിടിച്ച് കേരള യാത്ര. കൽപ്പറ്റയിൽ ഊഷ്മള വരവേൽപ്പ്. മനുഷ്യർക്കൊപ്പമെന്ന സന്ദേശം ഉയർത്തി ഒരു പണ്ഡിതൻ നടത്തുന്ന കേരള യാത്ര സമൂഹത്തിന് വലിയ സന്ദേശം നൽകുമെന്ന് മന്ത്രി OR കേളു. ബന്ധങ്ങളും മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കാൻ കേരള യാത്രക്ക് കഴിയുമെന്നും മന്ത്രി. ദേശീയ തലത്തിലുള്ളവർ പ്രതിനിധീകരിക്കുന്നതിന്റെ ഗുണം വയനാട്ടുകാർക്ക് ലഭിക്കണമെന്ന് യാത്രാ ഉപനായകൻ ഖലീൽ തങ്ങൾ. വയനാട്ടുകാർ അർപ്പിച്ച വിശ്വാസം കാക്കണമെന്നും തങ്ങൾ. വയനാട് ജില്ലയുടെ വികസനത്തിനായി 8 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കേരള മുസ്ലിം ജമാഅത്ത്. യാത്രാ സൗകര്യങ്ങളിലെ പിന്നോക്കാവസ്ഥയും ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളും ജില്ലയെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും നേതാക്കൾ. കേരള യാത്രയോടനുബന്ധിച്ച് നീലഗിരിയിൽ ചൊവ്വാഴ്ച സ്നേഹയാത്ര. യാത്ര ചരിത്ര സംഭവമാക്കാൻ ഒരുങ്ങി തേയിലകളുടെ നാട്. വാർത്തകളിലേക്ക് വിശദമായി എത്തുന്നതിന് മുമ്പ് ഇന്ന് ഞങ്ങളുടെ ബ്യൂറോ ചീഫ് ഷഫീഖ് കാന്തപുരം കൂടി ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഷഫീഖ് ഞങ്ങളുടെ ടീമിലുണ്ട്. ഷഫീഖ്, സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 5 ദിവസമായി അല്ലേ കേരള യാത്രയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എങ്ങനെയാണ് കേരള യാത്രയുടെ ഈ 5 ദിവസത്തെ ഷഫീഖ് വിലയിരുത്തുന്നത്? വലിയൊരു സന്ദേശവുമായിട്ട് കാന്തപുരം ഉസ്താദ് നടത്തുന്ന ഈ യാത്ര നമ്മൾ 4 ജില്ലകൾ പരിശോധിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് വളരെ വലിയ ഒരു ആവേശം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട 1-2 കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കേവലം ഒരു യാത്ര എന്നതിനപ്പുറത്തേക്ക് വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമാഹരിച്ചുകൊണ്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിട്ടാണ് സംഘാടകർ മുന്നോട്ട് പോകുന്നത്. അതിൽ ഓരോ ശ്രേയ സംഗമങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ അത് സർക്കാരിലേക്ക്, മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നേറാനാണ് നേതാക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ ജില്ലയിലും നമ്മൾ പരിശോധിക്കുമ്പോൾ അഭൂതപൂർവമായിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവിധം ആളുകൾ, പ്രവർത്തകർക്ക് പുറമെ പൊതുസമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലേക്ക് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു സന്ദേശത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, സന്തോഷത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇത്രയും പൊതുസമൂഹം ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മൾ മനുഷ്യർക്കൊപ്പം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മനുഷ്യർ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഇത്രയും ദിവസം 4 ദിവസമായിട്ട് യാത്ര പുരോഗമിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത. ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മറ്റേതൊരു പരിപാടിയിലും ഇല്ലാത്ത കുറെ പ്രത്യേകതകൾ കേരള യാത്രക്കുണ്ട്. കാരണം എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾ കേരള യാത്രയുമായിട്ട് സഹകരിക്കുന്നു അല്ലെ. ഇന്നലെയൊക്കെ നമ്മൾ കോഴിക്കോട് നിന്ന് കൊടുവള്ളി ഭാഗത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയ പ്രവർത്തകർ കൊടി ഉയർത്തിയിട്ട് ആവേശപ്രകടനമായിട്ട് വരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ആശീർവാദം നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. കണ്ണൂരിൽ ഞാൻ കണ്ട ഒരു കാര്യം, കണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ വലിയ പതാകയുമായിട്ട് പ്രവർത്തകർ ഉസ്താദിന്റെ വാഹനത്തിനടുത്തേക്ക് വരുന്നത്, അതിന്റെ ഫോട്ടോ സിറാജ് കൊടുക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചകൾ ഈ പറഞ്ഞ 4 ജില്ലകളിലും, കോഴിക്കോട് 2 സ്വീകരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 ജില്ലകൾ പിന്നിടുമ്പോഴും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മുൻകാലങ്ങളിന് അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 കേരള യാത്രകൾക്കപ്പുറം പുതിയ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, പുതിയ സന്ദേശം എന്നല്ല, നേരത്തെ ഉള്ള സന്ദേശം കൂടുതലൊരു ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ ഈ സംഘാടകർ മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് വീതികളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ നാളെ പോകുന്നത് നീലഗിരിയിലേക്കാണ്. വയനാട്ടിലെ തണുപ്പ് എങ്ങനെയുണ്ട്? അത്യാവശ്യം തണുപ്പുണ്ട്, എങ്കിലും അതിലും തണുപ്പാണ് ഗൂഡല്ലൂരിലും എന്നാണ് പറയുന്നത്. അപ്പൊ തണുപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ശബ്ദത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് വാർത്തകളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് വിശദമായിട്ട് വരാം. ഞാൻ പറഞ്ഞതുപോലെ വയനാട്ടിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്നിപ്പോൾ ഉസ്താദിന് തന്നെ വയനാട്ടിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതും അതുകൊണ്ട് തന്നെയാണ്. വയനാട്ടുകാരെ സംബന്ധിച്ച് ഇത് വലിയൊരു തണുപ്പൊന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതും അത്യാവശ്യം നല്ല തണുപ്പാണ്. നാളെ ഇനി ഗൂഡല്ലൂരിലേക്കാണ് പോകുന്നത്. അവിടെയും നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്ര കാലാവസ്ഥ തണുത്താലും വാർത്തകൾ ഞങ്ങൾ ചൂടോടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് വിശദമായിട്ട് പോവാം. വയനാടൻ മലമുകളിൽ മനുഷ്യത്വത്തിന്റെ മഹത് സന്ദേശം ഉയർത്തിപ്പിടിച്ച് കേരള യാത്ര. ആരോഗ്യ, ഗതാഗത, വനം, വന്യജീവി സുരക്ഷാ പ്രശ്നങ്ങളിൽ വയനാട് നേരിടുന്ന പ്രതിസന്ധികളിൽ അടിയന്തര പരിഹാരം തേടിയാണ് നേതാക്കൾ വയനാടിന്റെ വിരിമാറിലൂടെ സഞ്ചരിച്ചത്. വയനാട്ടിലെ മനുഷ്യർക്കൊപ്പം ഐക്യദാർഢ്യം ഉയർത്തി തങ്ങളുമുണ്ടെന്ന സന്ദേശമാണ് യാത്ര പകർന്നു നൽകിയത്.
രാവിലെ വയനാട് അതിർത്തിയായ ലക്കിടിയിലെത്തിയ കേരളയാത്രക്ക് ചുരത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ചുരം ഗേറ്റ് കടന്ന് വയനാടിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ച യാത്രക്ക് സെന്റിനറി ഗാർഡ് അകമ്പടി നൽകി. ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ച് വയനാട്ടിലേക്ക് ആനയിച്ചു. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് യാത്രാ നായകരെ സ്വീകരിച്ചത്. വഴിയോരങ്ങളിൽ കേരളയാത്രയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തകർ അണിനിരന്നിരുന്നു. വയനാട് ദാറുൽ ഫലാഹിലും യാത്രക്ക് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സ്നേഹവിരുന്നിലും വാർത്താസമ്മേളനത്തിലും കേരളയാത്ര ഉപനായകൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരിയും മറ്റു നേതാക്കളും സംബന്ധിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവരുമായി സ്നേഹവിരുന്നിൽ നേതാക്കൾ സംവദിച്ചു. വൈകിട്ട് കൽപ്പറ്റയിലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നഗരിയിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനവും പ്രൗഢമായി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി പരിസരത്ത് നിന്ന് റാലിയായാണ് ജാഥ ഉപനായകരായ ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും അടക്കം യാത്രാസംഘം കൽപ്പറ്റയിലെ സ്വീകരണ വേദിയിൽ എത്തിയത്. ഉപനായകരെ നെൽക്കതിർ നൽകി സ്വീകരിച്ചു. ശക്തമായ തണുപ്പ് വകവെക്കാതെ ആയിരങ്ങളാണ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കാന്തപുരം ഉസ്താദ് ഓൺലൈനായി സദസ്സിനെ അഭിസംബോധന ചെയ്തു. പല ജാഥകളും കടന്നുപോയിട്ടുള്ള കേരളത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം ഉയർത്തി ഒരു പണ്ഡിതൻ നടത്തുന്ന കേരളയാത്ര സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്നതാണെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. കേരളയാത്രയ്ക്ക് വയനാട്ടിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം നിരവധി മാനുഷിക മൂല്യങ്ങളുടെ പേരിൽ ലോകത്തിന് മാതൃകയാണ്. എന്നാൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എവിടെയോ ചോർന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ ബന്ധങ്ങളും മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കാൻ ഈ കേരളയാത്രയ്ക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു ജാഥ സംഘടിപ്പിക്കുമ്പോൾ സംഘടനയും അബൂബക്കർ മുസ്ലിയാറും വലിയ ഒരു മാനം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, വലിയ ഒരു സന്ദേശം ആണ് നമ്മുടെ കേരള സമൂഹത്തിന് നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അനിവാര്യമായിട്ടുള്ള ഒരു അവസരത്തിലോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലോ തന്നെയാണ് ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിച്ചത് എന്നത് സംബന്ധിച്ചും വ്യക്തിപരമായി എനിക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സാഹോദര്യത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഐക്യത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കാരുണ്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ പേര് കേട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല ജാഥകളും നമ്മുടെ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കടന്നുപോയി പല കാലഘട്ടങ്ങളിൽ കടന്നു പോയതും നമുക്ക് ചരിത്രപരമായിട്ട് നമുക്ക് ഓർക്കാൻ വേണ്ടി സാധിക്കും. പല പ്രഗത്ഭന്മാരും പല രാഷ്ട്രീയ നേതാക്കളും ഇതേപോലെയുള്ള പല തരത്തിലുള്ള മതപണ്ഡിതന്മാരും അനിവാര്യമായിട്ടുള്ള പല കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ജാഥ നടത്താറുണ്ട്, നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ വലിയ ഒരു മുദ്രാവാക്യം നാം ആദരിക്കപ്പെടുന്ന അബൂബക്കർ മുസ്ലിയാർ ഇന്ന് കേരളത്തിന് വലിയ സന്ദേശം നൽകുന്നത്. രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മത നേതാക്കൾ പറയുന്നത് ജനം ശ്രവിക്കുമെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. കൽപ്പറ്റയിൽ സിറാജ് ലൈവിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം കേരളയാത്രകൾ നടത്തലും ഇത്തരം സന്ദേശ റാലികളൊക്കെ നടത്തുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാന്തപുരം ഉസ്താദ് നടത്തുന്ന മൂന്നാമത്തെ ഒരു കേരളയാത്രയാണത്. ഒരു സാമുദായിക നേതാവ് ഇത്തരം ഒരു യാത്ര ഏറ്റെടുക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഗുണഫലങ്ങൾ എന്തായിരിക്കും? അതെ, ഈ മത നേതാക്കൾക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. അപ്പോൾ മത നേതാക്കൾ എന്ന് പറയുമ്പോൾ മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള നമ്മുടെ വിശ്വാസികളെ ചേർത്ത് നിർത്തുന്നതിനും അവരിൽ ഈ സാംശീകരണം കൊണ്ടുവരുന്നതിനും മത നേതാക്കൾക്ക് കഴിയും.
കഴിയും. അത് അവർ പറയുമ്പോഴേ അത് അനർത്ഥമാകുകയുള്ളൂ. അതായത് രാഷ്ട്രീയ നേതൃത്വം പറയുന്നേക്കാൾ കുറച്ചുകൂടി മതനേതൃത്വം പറയുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന്. അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതിലും ഉപരി മതനേതാക്കൾ പറയുമ്പോൾ അതോ ഈ മതവിശ്വാസികൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ പ്രാവർത്തികമാക്കാനും ആഗ്രഹം ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് മതനേതാക്കൾ ഇത്തരത്തിലുള്ള ജാഥ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം സിറാജ് ലൈവ് യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിൽ കാണാനാകും. ദേശീയ നേതാക്കൾ പ്രതിനിധാനം ചെയ്യുന്ന വയനാടിന് അതിനനുസരിച്ച വികസനവും പുരോഗതിയും ലഭ്യമാക്കണമെന്ന് കേരളയാത്ര ഉപനായകൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. വികസന കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് വയനാട്ടുകാർ അർപ്പിച്ച വിശ്വാസം ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കാൻ അവർ തയ്യാറാകണമെന്നും കേരളയാത്രക്ക് വയനാട്ടിലെ കൽപ്പറ്റയിൽ നൽകിയ സ്വീകരണത്തിൽ അഭിസംബോധന ചെയ്യവേ ഖലീൽ തങ്ങൾ വ്യക്തമാക്കി. വയനാട് ജനപ്രതിനിധികൾ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നവരാണ്. അവർ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വയനാട്ടുകാർ വലിയ പ്രതീക്ഷകളിലായിരുന്നു. ദേശീയ തലത്തിൽ വയനാട് ഉയരുമെന്ന് പ്രതീക്ഷകൾ അർപ്പിച്ചു. പക്ഷേ വയനാടിന് ആ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം. വയനാടിന് വേണ്ടി ദേശീയ തലത്തിൽ തന്നെ പാക്കേജുകൾ ഉണ്ടാക്കി വയനാടിനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മേഖലയാക്കണമെന്ന് പറഞ്ഞ് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള അവസരമായി വയനാട്ടിൽ നിന്നുള്ള പാർലമെന്ററി അംഗത്തെ അവർ കാണണമെന്നും ഖലീൽ തങ്ങൾ പറഞ്ഞു. വയനാട്ടിലെ ഗതാഗത പ്രശ്നം ഒരു പ്രാദേശിക പ്രശ്നമല്ല. 3 സംസ്ഥാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡാണ് വയനാട്ടിലേത്. ആ ഗൗരവത്തോടെ സംസ്ഥാനങ്ങൾ പരസ്പരം ഇടപെട്ട് രാത്രിയാത്രാ നിരോധനം അവസാനിപ്പിക്കുകയും ചുരത്തിലെ തടസ്സങ്ങൾ നീക്കുകയും വേണം. വികസനത്തിന്റെ അടിസ്ഥാനമാണ് തടസ്സമില്ലാത്ത റോഡുകൾ. അതിൽ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണമെന്നും ഖലീൽ തങ്ങൾ പറഞ്ഞു. ഇനി ഒരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചെത്താം. തമോമയമായ കാലത്ത് 90 കഴിഞ്ഞ പണ്ഡിതൻ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തി കേരളയാത്ര നടത്തുമ്പോൾ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് സമൂഹത്തിൽ പ്രസരിക്കുന്നതെന്ന് ടി സിദ്ദിഖ് MLA പറഞ്ഞു. വിഷലിപ്തമായ കാലത്ത് മനുഷ്യരെ തേടി ഇങ്ങനെയൊരു പ്രമേയത്തിൽ ആദ്യ യാത്രയാണ് ഉസ്താദിൻ്റെ ഈ കേരളയാത്രയെന്നും അദ്ദേഹം പറഞ്ഞു. ആദരണീയനായ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന ഇരുളടയുമോ എന്നുള്ളതായ ഒരു വല്ലാത്ത ചിന്തയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ തമോമയമായ അന്തരീക്ഷ നിർമ്മിതിക്ക് വിധേയമാക്കപ്പെടുന്ന ഇന്നത്തെ സാമൂഹ്യ പ്രതലത്തിൽ 90 കഴിഞ്ഞതായ പ്രിയപ്പെട്ട ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന മാനവികതയുടെ ഏറ്റവും വലിയ പ്രമേയവുമായി ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത് നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യരോടൊക്കെ ഇത് പറയാൻ സർവശക്തൻ കാന്തപുരം ഉസ്താദിന് നൽകുന്നതായ അനുഗ്രഹീതമായിട്ടുള്ള കഴിവും പ്രാഗൽഭ്യവും സർവശക്തനോട് നന്ദി പറയാനും കടപ്പെട്ടിരിക്കാനും ഈ സന്ദർഭം പ്രത്യേകം എടുത്തു പറയാനും ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ചിന്ത, ഇതിൻ്റെ ആകുലമായിട്ടുള്ള പ്രയാസകരമായ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലുള്ള മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൻ്റെ ചിന്ത എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല. ഈ വലിയ ആൾക്കൂട്ടവും ജനസഞ്ചയവും കാസർഗോഡ് നിന്ന് ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ പ്രയാണം ചെയ്ത് വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതായ ഈ മണ്ണിൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. സംഘടനാ ശക്തിയുടെയും ഒരുമയുടെയും ഇച്ഛാശക്തിയുടെയും ആത്മീയ പ്രഭയുടെയും ഏറ്റവും വലിയ നേർവരയായി ഈ കേരളയാത്ര പ്രശോഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു.
നിരവധി പാവപ്പെട്ടവരെ കൈപ്പിടിച്ചുയർത്തിയ കരുണയുടെ പാരമ്പര്യമുള്ള കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ പി വിശ്വനാഥൻ പറഞ്ഞു. തിന്മ കരുത്തുകാട്ടുന്ന കാലത്ത് മനുഷ്യനെ തിരിച്ചറിയാൻ മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശത്തിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രിയപ്പെട്ടതാണ് ഈ കേരളയാത്ര എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ദുരന്തങ്ങളെ നേരിടുന്ന മണ്ണാണ് ഈ കേരളം. അവർക്കെല്ലാം കൈത്താങ്ങായി മാറിക്കൊണ്ടാണ് ഈ കേരളയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. കൽപ്പറ്റയിൽ എത്തി നിൽക്കുമ്പോൾ അതിനെ നേരിൽ കാണുകയും അതിൽ പങ്കാളിയാകുകയും എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം എത്രയോ പാവപ്പെട്ടവരെ കൈപ്പിടിച്ചുയർത്തുന്ന ഈയൊരു കേരളയാത്ര ഇനിയും മുന്നോട്ട് എന്നതാണ് നമ്മൾ കാണേണ്ട കാഴ്ചപ്പാട്. മനുഷ്യത്വത്തെ ചവിട്ടിമതിക്കുന്ന സാമ്രാജ്യത്വം പുതിയ കടന്നാക്രമണങ്ങൾ നടത്തുമ്പോൾ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള കാന്തപുരം ഉസ്താദിന്റെ ആഹ്വാനം അന്താരാഷ്ട്ര മാനങ്ങൾ കൈവരിക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. മതരാഷ്ട്രവാദികളുടെ ആശയങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നതിൽ കാന്തപുരം എക്കാലത്തും കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യർക്കൊപ്പമാണ് ഉസ്താദും ഉസ്താദിന്റെ സംഘടനയും എന്ന് തെളിയിച്ചുകൊണ്ടാണ് ആ ദുരന്തമുഖത്ത് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾക്ക്, രക്ഷാപ്രവർത്തനം തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വമായി പ്രവർത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളിൽ മാത്രമല്ല, പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തുകൊണ്ടും മനുഷ്യർക്കൊപ്പമാണ് എന്ന പ്രഖ്യാപനമാണ് ഉസ്താദും അതുപോലെ തന്നെ സംഘടനയും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വിഷയത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ നാടിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യർക്കൊപ്പമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ആശയപരമായ നിലപാട് കൃത്യമായി സ്വീകരിക്കുന്ന സംഘടനയായി മുസ്ലിം ജമാഅത്തും ഉസ്താദും മുന്നോട്ട് പോകുന്നത് എന്ന് അഭിമാനത്തോടെ കാണാൻ വേണ്ടി കേരളീയ സമൂഹം അഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരളയാത്ര 5 ദിവസം പിന്നിടുമ്പോൾ വയനാട് ജില്ലയുടെ വികസനത്തിനായി 8 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് നേതാക്കൾ. യാത്രാ സൗകര്യങ്ങളിലെ പിന്നാക്കാവസ്ഥയും ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളും ജില്ലയെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മനുഷ്യർക്കൊപ്പം എന്ന യാത്രയുടെ പ്രമേയം പൊതുസമൂഹം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. കർണാടകയിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം കഴിഞ്ഞ 15 വർഷങ്ങളായി തുടരുകയാണ്. മുത്തങ്ങ വഴി രാത്രി 9 ശേഷവും ബാവലി വഴി വൈകുന്നേരം 6 ശേഷവും യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ കച്ചവടക്കാരെയും വിദ്യാർത്ഥികളെയും സഞ്ചാരികളെയും ഉൾപ്പെടെ കാര്യമായി ബാധിക്കുന്നുണ്ട്. മൈസൂർ, ബാംഗ്ലൂർ നഗരങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന വയനാട്ടിലെയും പരിസര ജില്ലകളെയും 100 കണക്കിന് വിദ്യാർത്ഥികളെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കുന്നു. വയനാട്ടുകാരുടെ ദീർഘകാല സ്വപ്നമായ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കനത്ത ഗതാഗതക്കുരുക്ക് നേരിടുന്ന ചുരം പാതയ്ക്ക് പകരമായി ചിപ്പിലിത്തോട്, ബദൽ റോഡ്, പടിഞ്ഞാറേത്തറ, പൂഴിത്തോട് പാതകൾ എന്നിവ നടപ്പിലാക്കണം. വയനാട് മെഡിക്കൽ കോളേജ് കേവലം റഫറൽ കേന്ദ്രമായി തുടരുന്നത് അവസാനിപ്പിച്ച് വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണം. വന്യമൃഗശല്യം, കാർഷിക മേഖലയിലെ വിലത്തകർച്ച, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവ്, ഉരുൾപൊട്ടൽ ഭീഷണി നേരിടാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളുടെ അഭാവം എന്നിവ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും മുസ്ലിം ജമാഅത്ത് നേതാക്കൾ ആവശ്യപ്പെട്ടു. യാത്രാ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, അബു ഹനീഫ് അൽ ഫൈസി തന്നല, മുസ്തഫ കോഡൂർ, KO അഹമ്മദ് കുട്ടി ബാഖവി, S ഷർഫുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാമിലരാഗതരായി സുൽത്താനിത വരവായി എന്ന് തുടങ്ങുന്ന സ്വാഗതഗാനം കേരളയാത്രയിൽ കൗതുകമാകുന്നു. 3ാം കേരളയാത്രയുടെ ആവേശമായ ഈ ഗാനം വേദിയിൽ ഉയരുന്നതോടെ യാത്ര സദസ്സിലേക്ക് കടന്നു വരുന്നതായുള്ള വിളംബരമായി. ആവേശത്തിൽ സദസ്സും അറിയാതെ പാട്ടിൽ ലയിക്കും. സിന്ദാബാദ് സിന്ദാബാദ് കേരളയാത്ര സിന്ദാബാദ്. കാമിലരാഗതമായി സുൽത്താനിത
വരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ കാമിലരാഗതമായി സുൽത്താനിത വരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ സുന്ദര സൗഹൃദ മന്ത്രമതൂതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു ബദറുസമാന. കേരളയാത്രയുടെ എല്ലാ സ്വീകരണ സമ്മേളനങ്ങളിലും യാത്രാനായകർക്ക് സ്വാഗതമോദിക്കൊണ്ടുയരുന്നതാണ് ഈ ഗാനം. മലപ്പുറം മഅ്ദിൻ വിദ്യാർത്ഥികളായ ഹാഫിൽ മുബഷിർ അദനി, ഹാഫിൽ ഷബീർ, ഹാഫിൽ അസ്അദ് പൂക്കോട്ടൂർ, മുർഷിദ് എന്നിവരാണ് പതിനായിരങ്ങൾക്ക് മുമ്പിൽ ഈണത്തിൽ ഈ ഗാനം പാടുന്നത്. മുഫല്ലൽ അദനി പാട്ടിന് താളം പിടിക്കുന്നു. മഅ്ദിൻ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അധ്യാപകനായ ഹബീബ് സഅദി മൂന്നിയൂർ രചിച്ചതാണ് ഈ ഗാനം. സ്വാതന്ത്ര്യദിന ഗാനം, മദ്ഹ് ഗീതങ്ങൾ, വിപ്ലവഗാനങ്ങൾ തുടങ്ങിയ പല ഗാനങ്ങളുടെയും രചയിതാവാണ് ഹബീബ് സഅദി. കഴിഞ്ഞ കേരള യാത്രയിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഗാനം. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി അല്ലേ, നമ്മളിന്ന് വളരെ ആവേശത്തോടു കൂടി ഓരോ വേദികളിലും മുഴങ്ങിക്കേട്ട അന്ന് 140ഓളം സ്വീകരണ കേന്ദ്രങ്ങളെ ഇളക്കി മറിച്ച പാട്ടായിരുന്നു അത്. അതിൻ്റെ ഒരു തനിയാവർത്തനമായിട്ട് ഈ പാട്ട് മാറുന്നുണ്ട്. കേരള യാത്രയുടെ ഭാഗമായി ചൊവ്വാഴ്ച തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ സ്നേഹയാത്ര നടക്കും. രാവിലെ 9-ന് ചേരമ്പാടിയിൽ യാത്രാ ജില്ലയിൽ പ്രവേശിക്കും. 11 മണിക്ക് ഗൂഡല്ലൂരിൽ സ്നേഹവിരുന്ന് നടക്കും. 4 മണിക്ക് ഗൂഡല്ലൂരിലാണ് സ്വീകരണ സമ്മേളനം. ബുധനാഴ്ച യാത്രാ സംഘടനയുടെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. ബുധനാഴ്ച അരീക്കോട്ടും വ്യാഴാഴ്ച തിരൂരിലും യാത്രക്ക് സ്വീകരണം നൽകും. ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേൾക്കാം. വയനാടൻ മലമുകളിൽ മനുഷ്യത്വത്തിന്റെ മഹത് സന്ദേശം ഉയർത്തിപ്പിടിച്ച് കേരളയാത്ര. കൽപ്പറ്റയിൽ ഊഷ്മള വരവേൽപ്പ്. മനുഷ്യർക്കൊപ്പമെന്ന സന്ദേശം ഉയർത്തി ഒരു പണ്ഡിതൻ നടത്തുന്ന കേരളയാത്ര സമൂഹത്തിന് വലിയ സന്ദേശം നൽകുമെന്ന് മന്ത്രി OR കേളു. ബന്ധങ്ങളും മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കാൻ കേരളയാത്രക്ക് കഴിയുമെന്നും മന്ത്രി. ദേശീയ തലത്തിലുള്ളവർ പ്രതിനിധീകരിക്കുന്നതിന്റെ ഗുണം വയനാട്ടുകാർക്ക് ലഭിക്കണമെന്ന് യാത്രാ ഉപനായകൻ ഖലീൽ തങ്ങൾ. വയനാട്ടുകാർ അർപ്പിച്ച വിശ്വാസം കാക്കണമെന്നും തങ്ങൾ. വയനാട് ജില്ലയുടെ വികസനത്തിനായി 8 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കേരള മുസ്ലിം ജമാഅത്ത്. യാത്രാ സൗകര്യങ്ങളിലെ പിന്നോക്കാവസ്ഥയും ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളും ജില്ലയെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും നേതാക്കൾ. കേരളയാത്രയോടനുബന്ധിച്ച് നീലഗിരിയിൽ ചൊവ്വാഴ്ച സ്നേഹയാത്ര. യാത്ര ചരിത്ര സംഭവമാക്കാൻ ഒരുങ്ങി തേയിലകളുടെ നാട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ കേരളയാത്ര ഇതാ 5ാമത്തെ ദിവസവും പിന്നിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ വയനാടിൻ്റെ തണുപ്പിലാണുള്ളത്. എന്തായാലും കേരളയാത്രക്ക് പക്ഷേ ആ തണുപ്പൊന്നും ഏശിയിട്ടില്ല. ഇനി ഒരു ദിവസത്തേക്ക് കേരളയാത്ര സ്നേഹയാത്രയായിട്ട് മാറുകയാണ്. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലുള്ള നീലഗിരിയിലേക്ക് യാത്ര പോകുമ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ സ്നേഹയാത്ര എന്ന പേരിലായിരിക്കും ആ യാത്ര അറിയപ്പെടുക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കും. അരീക്കോട് വഴി നമ്മളിങ്ങനെ കേരളത്തിൻ്റെ വിരിമാറിലൂടെ പിന്നെ അങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് ഒരൊറ്റ സഞ്ചാരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞതുപോലെ 3 സംസ്ഥാനങ്ങളെ ടച്ച് ചെയ്തു പോകുന്ന, കേരളത്തെ പൂർണ്ണമായിട്ടും അയൽപ്പക്കത്തുള്ള കർണാടകയെയും തമിഴ്നാട്ടിനെയും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു യാത്രയാണ്. എന്തായാലും ആ യാത്ര ഒരു ഗംഭീര വിജയമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബ് വിത്ത് മൈ ക്യാമറാമാൻ മുഹമ്മദ് ഷബീർ. നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ. waytonikah.com, the exclusive Muslim matrimonial site.